നമ്മളിന്ന് ക്യാരറ്റും മാംഗോയും ബാക്കി ഉള്ളി, ഇഞ്ചി, വറ്റൽമുളക്, കറിവേപ്പില, നാളികേരം ഇവയെല്ലാം കൂടെ വറുത്തിട്ടുള്ളൊരു ചമ്മന്തിയാണ്. ഇത് കുറേ ദിവസം കേടുകൂടാണ്ടിരിക്കുന്നത്. അതെല്ലാം നമ്മൾ അരിഞ്ഞു. ഇതെല്ലാം നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. നമുക്കൊരു ചീനച്ചട്ടി അടുപ്പത്തോട്ട് വെച്ചു. ഇത്രയും സാധനം നമുക്ക് വറുത്ത് കോരേണ്ടതുകൊണ്ട് എണ്ണ കുറച്ച് കൂടുതലാണ് നമ്മൾ ഒഴിച്ചു കൊടുക്കുന്നത്. ആദ്യം നമുക്ക് ഇഞ്ചി വറുത്ത് കോരാം. 1 by 1 ആയിട്ടാണ് കേട്ടോ വറുത്ത് കോരുന്നത്. എല്ലാം കൂടെ ഒരുമിച്ചല്ല. പലതിനും പല കുക്കിംഗ് സമയം വ്യത്യാസം ഉണ്ടല്ലോ. നന്നായിട്ട് വറുത്തു. ക്യാരറ്റ് വറുത്ത് കോരാം. ക്യാരറ്റ് ഏകദേശം നന്നായിട്ട് മുരിഞ്ഞിട്ടുണ്ട്. അത് നമുക്ക് മാറ്റാം പാത്രത്തിലോട്ട്. നമ്മുടെ പച്ചമാങ്ങ ഇട്ട് കൊടുക്കാം. അതും നമ്മൾ നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കും. അത് നന്നായിട്ട് ഫ്രൈ ആയി. നമുക്കത് മാറ്റി കൊടുക്കാം. ചെറിയ ഉള്ളിയാണ് നമുക്ക് കുറഞ്ഞത്. ഇട്ടിട്ട് ഇവിടെ ഒരു 2-3 ഗാർലിക്ക് കൂടി ഇട്ടിട്ട് എല്ലാം നല്ലോണം നന്നായിട്ട് മുരിഞ്ഞിട്ടുണ്ടല്ലോ. അത് നമുക്ക് പാത്രത്തിലേക്ക് മാറ്റാം. ബാക്കിയുള്ളത് നമ്മുടെ വറ്റൽമുളകും കറിവേപ്പിലയൊക്കെയാണ്. ഇത് മാറ്റിയ ശേഷം നമുക്കത് ഇട്ട് കൊടുക്കാം. അത് നന്നായി ഫ്രൈ ആയി മാറ്റി കൊടുക്കാം. നമുക്ക് കുറച്ച് നാളികേരപ്പീര എടുത്ത് വെച്ചിട്ടുണ്ട്. അതൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. വല്ലാണ്ട് അങ്ങോട്ട് മൂത്ത് പോകണ്ട. ചെറിയൊരു ഗോൾഡൻ കളറാകുമ്പോൾ നമുക്ക് മാറ്റിയെടുക്കാം. നമ്മൾ വറുത്ത് കോരിയതാണ് കണ്ടതല്ല. ഇത് മതി. നമുക്കിത് ആദ്യത്തെ വറുത്ത് കോരിയതെല്ലാം കൂടെ നമുക്കൊന്ന് ക്രഷ് ചെയ്തെടുക്കാം. അതിൻ്റെ കൂടെ നമുക്കൊരു ശകലം ശർക്കര കൂടെ ചേർക്കണം. അത് ഇതിനകത്ത് വീഡിയോയിൽ പെട്ടിട്ടില്ല. ഉപ്പിട്ട് കൊടുത്തു. ഒന്ന് ക്രഷ് ചെയ്തു. ഞാൻ നാളികേരപ്പീര കൂടെ അതിലേക്ക് ഇട്ടിട്ട് നമുക്ക് ഒന്നുകൂടെ എല്ലാം കൂടെ ഒന്ന് ക്രഷ് എടുത്തതാണിത്. ചമ്മന്തി ഇവിടെ റെഡിയായി. ഇത് ക്യാരറ്റ് വിത്ത് മാംഗോ ചട്നി. കുറേ ദിവസം കേടുകൂടാണ്ടിരിക്കും. ടേസ്റ്റും